സന്തോഷമുള്ളൊരു കാര്യമാണ്. 7 മാസക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൻ്റെ പ്രിയങ്കരനായ നടൻ മമ്മൂട്ടി എന്ന വീണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ എത്തുകയാണ്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പേട്രിയോട്ട് എന്ന സിനിമയുടെ ചിത്രീകരണം ഹൈദരാബാദിൽ ആരംഭിക്കുന്നു. ഇന്ന് മമ്മൂട്ടി അതിൽ ജോയിൻ ചെയ്യും. ഇന്നലെ അദ്ദേഹം രാത്രിയോടെ ഹൈദരാബാദിൽ എത്തിയിരുന്നു. സ്വന്തമായി ലാൻഡ് ക്രൂയിസർ കാർ ഓടിച്ചാണ് അദ്ദേഹം എയർപോർട്ടിൽ എത്തിയത്. നമുക്കറിയാം, ഡ്രൈവിംഗ് എപ്പോഴും മമ്മൂട്ടിക്ക് ഒരു ലഹരിയാണ്. അടയാറിലെ തൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം ഇന്നലെ കാർ ഓടിച്ചാണ് ചെന്നൈ എയർപോർട്ടിൽ എത്തിയത്. ശരിക്കും അദ്ദേഹം അവിടെ നിന്ന് ഹൈദരാബാദിലേക്ക് നേരിട്ട് പോവുകയായിരുന്നു. സിനിമയുടെ ലൊക്കേഷൻ ഹൈദരാബാദാണ്. ഹൈദരാബാദിൽ എത്തിയതിനു ശേഷം അദ്ദേഹത്തോട് ചെറിയ ഒരു ഡ്യൂറേഷനിൽ ഞാൻ ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. മമ്മൂട്ടി വളരെ സന്തോഷവാനായിട്ടാണ് കണ്ടത്. അദ്ദേഹം ഒരു 7 മാസം ഇടവേള ഒന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൊന്നും കണ്ടില്ല. കാര്യം സ്ക്രീനിൽ നിറഞ്ഞ് കളിക്കുന്ന മമ്മൂട്ടി എന്ന ധിക്കാരിയായ നടൻ്റെ സാന്നിധ്യം മലയാളി കൊതിക്കുന്നുവെന്ന് നമുക്ക് അറിയാതെ തോന്നിപ്പോകും അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ. കൂടുതൽ വിവരങ്ങളുമായി ഹൈദരാബാദിലെ ലൊക്കേഷനിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുകയാണ്. ശ്രീനാഥ്, എപ്പോഴാണ് മമ്മൂക്ക ലൊക്കേഷനിൽ എത്തുക? മമ്മൂക്കയുടെ സാന്നിധ്യം ലൊക്കേഷനെ തന്നെ സജീവമാക്കിയിട്ടുണ്ടാകുമല്ലോ. എന്താണ് ആവേശത്തോടാണ് അദ്ദേഹത്തിൻ്റെ നിർമ്മാതാവായ ആൻഡോ ജോസഫ് എന്നും കൂടി ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. തീർച്ചയായും എസ് കെ, ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലെ ബസ് ഭവനിലാണ്. ഈ ബസ് ഭവനകത്താണ് ഇന്നത്തെ ഷൂട്ടിംഗ് നടക്കുന്നത്. 7 മാസക്കാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ സിനിമാ താരം, നമ്മുടെ പ്രിയപ്പെട്ട താരം മമ്മൂട്ടി വീണ്ടും ഒരിക്കൽ കൂടി ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തുന്ന ആ നിമിഷത്തിനായുള്ള കാത്തിരിപ്പാണ്. ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇപ്പോൾ ഹയാത്ത് ഹോട്ടലിലാണുള്ളത്. അല്പസമയം മുമ്പ് ഞാൻ ആൻഡ്രോ ജോസഫുമായി സംസാരിച്ചതാണ്. അദ്ദേഹം ഹോട്ടലിൽ വെച്ച് ഏതായാലും നമ്മളോട് സംസാരിക്കുന്നില്ല. നേരിട്ട് ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ അവിടെ വെച്ച് കാണാം എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. 10 മണിയോടെ െങ്കിലും അദ്ദേഹം ഇവിടേക്ക് എത്തും എന്നതാണ് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ ക്യാമറ യൂണിറ്റ്, ക്യാമറ ടീം അവർക്ക് ഈ ചിത്രീകരണത്തിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. പുറത്ത് കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടുമുണ്ട്. സംവിധായകൻ അടക്കമുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് എത്തേണ്ടതുണ്ട്. ഏതായാലും മമ്മൂട്ടിക്ക് മാത്രമല്ല, മലയാളികൾ എല്ലാവരും ഇതൊരു സ്പെഷ്യൽ ഡേ ആയി ഏറ്റെടുക്കുകയാണ്. ഒരു സന്തോഷമുള്ള ഒരു ദിനമായി ഏറ്റെടുക്കുന്നു. ആ സന്തോഷം ഇത്രയധികം വർദ്ധിപ്പിക്കുന്നതിൽ ഇന്നലത്തെ എസ് കെ സൂചിപ്പിച്ച ആ കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 7 മാസത്തെ ഇടവേള, ഒരു ചെറിയ രോഗം കാരണം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. അതൊക്കെ മറികടന്ന് അതിനെയൊക്കെ തോൽപ്പിച്ച് അദ്ദേഹം തിരിച്ച് ജീവിതത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം വളരെ പെർഫെക്റ്റ്ലി ഓൾറൈറ്റാണ്. അദ്ദേഹം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ് അദ്ദേഹം മടങ്ങി വരുന്നത് എന്നതാണ് ആ കാഴ്ച സൂചിപ്പിക്കുന്നത്. സ്വന്തമായി തന്നെ അദ്ദേഹം വാഹനം ഓടിച്ച് എത്തിയപ്പോൾ ഈ കാർ വിമാനത്താവളത്തിലേക്ക് എത്തുമ്പോൾ, ചെന്നൈയിലെ വിമാനത്താവളത്തിലേക്ക് എത്തുമ്പോൾ ആദ്യം ഈ മാധ്യമങ്ങളുടെ ക്യാമറകളൊക്കെ പുറകിലെ സീറ്റിലേക്ക് മറ്റുമാണ് പോയത്. പിന്നീടാണ് ഈ ഡ്രൈവറുടെ സീറ്റിൽ നിന്ന് തന്നെ മമ്മൂട്ടി പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച കണ്ടതോടെ അത് മലയാളികൾക്കാകെ നൽകിയ സന്തോഷം ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുകളിൽ നിന്ന് പോലും നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അങ്ങനെ തൻ്റെ കരിയറിൽ ഇതുവരെ ഇല്ലാത്ത ഒരു ഇടവേള അദ്ദേഹത്തിന് എടുക്കേണ്ടി വന്നു. പക്ഷേ ആ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടെ, കൂടുതൽ ഗ്ലാമറോടെ, പലപ്പോഴും മമ്മൂട്ടിയുടെ അഭിനയത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ സൗന്ദര്യവും പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളതാണ്. അദ്ദേഹം കൂടുതൽ സൗന്ദര്യവാനായി പൂർണ്ണ ആരോഗ്യത്തോടെ മടങ്ങി വരികയാണ് എന്നത് ഇന്നലെ തന്നെ നമുക്ക് വ്യക്തമായതാണ്. ഈ ഹൈദരാബാദിൽ രാത്രിയോടെ എത്തിയപ്പോൾ അവിടെ അനുരാഗ് കശ്യപ് അടക്കമുള്ള ആളുകളൊക്കെ റിസപ്ഷനിൽ ഉണ്ടായിരുന്നു. നേരിട്ട് അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ അടുത്തേക്ക് എത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയത്. ഇന്നലെ ഇപ്പോൾ രാത്രി അവിടെ ഹോട്ടലിൽ തങ്ങി. ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹം ഇങ്ങോട്ട് വരും. അതിനായുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. ഇന്നിപ്പോൾ പ്രധാനമായും ഈ ബസ് ഭവനിൽ വെച്ച് നടക്കുന്ന ചിത്രീകരണം പ്രധാനമായും അദ്ദേഹത്തിൻ്റെ മാത്രം ചില സീൻസാണ്. മറ്റേതെങ്കിലും കോമ്പിനേഷൻ സീനുകളില്ല എന്നതാണ് ഞാനിവിടെ രാവിലെ വന്നപ്പോൾ സംസാരിപ്പിച്ചപ്പോൾ മനസ്സിലായത്. ഈ പാട്രിയറ്റ് എന്ന ഇന്നിപ്പോൾ ചിത്രീകരണം നടക്കുന്ന ഈ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ്, ഈ സിനിമയുടെ ചിത്രീകരണം നടക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന് ഒരു അസുഖം സ്ഥിരീകരിക്കുന്നത്. പിന്നീട് ഇങ്ങനെയൊരു ഇടവേള എടുക്കേണ്ടി വരികയും ചെയ്തത്. അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഇതേ സിനിമയുടെ ചിത്രീകരണത്തിലൂടെ തന്നെ അദ്ദേഹം സജീവമായി സിനിമാ രംഗത്തേക്ക് വീണ്ടും മടങ്ങിയെത്തുന്നു എന്നത് വളരെ സന്തോഷം. മോഹൻലാൽ അടക്കമുള്ള വമ്പൻ താരനിരയുള്ള മലയാള സിനിമ സമീപകാലത്ത് കാണാൻ പോകുന്ന ഒരു വലിയ സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ ഒരു ഷെഡ്യൂളാണ് ഹൈദരാബാദിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനുശേഷം ഇംഗ്ലണ്ടിൽ ലണ്ടനിൽ പോയി അവിടെയും ഒരു ഷെഡ്യൂൾ ഉണ്ട്. നേരത്തെ ശ്രീലങ്കയിലെ ഷെഡ്യൂൾ കഴിഞ്ഞതാണ്. അതിനുശേഷം ഡൽഹിയിലെ ഷെഡ്യൂളിനിടെയാണ് അദ്ദേഹത്തിന് ഈ തരത്തിൽ രോഗം സ്ഥിരീകരിക്കുന്നത്. ഇവിടുത്തെ ഹൈദരാബാദിലെ ചിത്രീകരണം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ലണ്ടനിലേക്കും നമ്മുടെ മലയാള സിനിമയുടെ മൂത്തോൻ മമ്മൂട്ടി പോവുകയും ചെയ്യും. മമ്മൂട്ടിക്കായുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ എസ് കെ.
ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് ഹൈദരാബാദിലെ ലൊക്കേഷനിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന മഹേഷ് നാരായണൻ്റെ പേറ്റൂട്ട് എന്ന സിനിമയിൽ മോഹൻലാലിനൊപ്പമാണ് മമ്മൂട്ടിയും അഭിനയിക്കുന്ന. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ട് സൂപ്പർ സ്റ്റാറുകൾ ഒരു ചിത്രത്തിൻ്റെ സ്ക്രീനിലേക്ക് വരുന്നതെന്നതും ഏറ്റവും പ്രത്യേകതയുള്ള കാര്യമാണ്. 7 മാസ ഇടവേളയുടെ അവധാനതയൊന്നുമില്ലാതെ അതിവേഗം ലാൻഡ് ക്രൂയിസറിൽ ഓടിച്ച് മലയാള സിനിമാ സ്ക്രീനിലേക്ക് വരികയാണ് മമ്മൂട്ടി. യു ആർ മോസ്റ്റ് വെൽക്കം, യു ആർ ഇൻ അവർ ഹാർട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.